ഇൻഡസ്ട്രീറ്റൊക്കെ തൂക്കിയിരിക്കുകയാണ്. ഓക്കെ, സന്തോഷമാണ്. വാഴ 2 ഡയറക്റ്റ് ചെയ്യുമെന്ന് വിമിചേട്ടൻ സബിനോട് ചോദിച്ചപ്പോ ഒന്ന് ഞെട്ടി. ഞെട്ടാനും സമയം കിട്ടിയില്ല. ഞാൻ അപ്പം തന്നെ ഓക്കെ ചേട്ടാ റെഡി അപ്പൊ തന്നെ പറഞ്ഞ അത് സമയം വെച്ച് താമസിച്ചില്ല. ഹൈദരാബാദിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുന്ന് കുറച്ചുകൂടി ഭയങ്കര ഹൈ ആണ്. തിയേറ്ററിലൊക്കെ നമ്മൾ ഇരുന്ന് കാണുമ്പോഴും അവിടെ വെച്ച് കണ്ടപ്പോ വേറെ ഫീല് തോന്നിയായിരുന്നു. രാം ചരനൊക്കെ കണ്ട് കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. പുള്ളി പടം കണ്ടി കൊള്ളാം എന്നൊക്കെയുള്ള പുള്ളിയുണ്ട്. ഫേവറേറ്റ് ശിഷ്യനാണോ ഗുരുവിന്റെ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഗുരുവിന്റെ ഏറ്റവും ആലംബ ശിഷ്യൻ ഞാനാണ്. എക്സ്പെക്ട് ചെയ്യാതെ വർക്കായ സീൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ആ ഞൊട്ട അടിക്കുന്ന ആ പാട്ടൊക്കെ ഒരു ഐഡിയ മാത്രമേ ഉള്ളത്, സെറ്റാവുമെന്ന് അറിയില്ല. നമുക്ക് സ്ക്രിപ്റ്റിൽ ആ പോർഷൻ ഇല്ലായിരുന്നു. അൽഫോൻസ് പുത്രനെ നമുക്ക് കാസ്റ്റ് ചെയ്യാം എന്നുള്ള തീരുമാനം എങ്ങനെ ഉണ്ടാവും? കഥ എഴുതി തുടങ്ങുന്ന ടൈം പോലെ എന്തെങ്കിലും പരിപാടി വന്നാലും നമ്മള് അൽഫോൻസ് പുത്രൻ ചേട്ടന്റെ പേര് പറയാൻ അഭിനയിപ്പിക്കാൻ. ബിജുക്കുട്ടൻ ചേട്ടന്റെ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന സീൻ കോമഡി സീനാണ്, പക്ഷെ ഇതിനൊരു ഇമോഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. ആള് വിളിച്ചായിരുന്നു, ആള് ബിജുക്കുട്ടൻ ചേട്ടനെ പോയി കണ്ടിരുന്നു. പുള്ളിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ട്രോമയായിരുന്നു അവർക്ക് ശരിക്കും റിയൽ ലൈഫ്. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections le pastel stone jewelry series will go well with designer work. Sure ആയിട്ടും നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. ഇക്കൊല്ലത്തെ ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കിയ വാഴ 2ന്റെ ഡയറക്ടറാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. സവിൻ വെൽക്കം ടു കല്യാൺ ജുവല്ലേഴ്സ് സ്റ്റാർ ജാം. വാഴ 3 സവിന്റെ അസോസിയേറ്റ് ആയിരിക്കും ഡയറക്ട് ചെയ്യുമ്പോൾ? അതെ ആയിരിക്കും. വാഴ 1ന്റെ അസോസിയേറ്റ് വാഴ 2 ചെയ്യുന്നു, വാഴ 2ന്റെ അസോസിയേറ്റ് വാഴ 3 ചെയ്യുന്നു. വാഴ 2 ഡയറക്ട് ചെയ്യുമെന്ന് വിമിചേട്ടൻ സവിനോട് ചോദിച്ചപ്പോ അപ്പൊ ആ ചോദിച്ച സമയത്തുണ്ടായ ഇമോഷൻ എന്താണ്? ഒന്ന് ഞെട്ടി അല്ലെങ്കിൽ ഒന്നും? ഞെട്ടാനും സമയം കിട്ടിയില്ല. ഞാൻ അപ്പം തന്നെ ഓക്കെ ചേട്ടാ റെഡി അപ്പൊ തന്നെ പറഞ്ഞ അത് സമയം വെച്ച് താമസിച്ചില്ല. ആണോ? ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അപ്പൊ വേറെ എന്തോ കാര്യം സംസാരിച്ച കൂട്ടത്തിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ചേട്ടാ റെഡി ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ അത് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ വാഴ 1 വർക്ക് ചെയ്ത 2 പേരുണ്ടായിരുന്നു, ജിനോവിനും മിഥിലാജ് എന്ന് പറഞ്ഞ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അവർക്ക് പേടി ഞാൻ ഇനി അത് വേറെ വല്ലതും പറയുമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ടൈം കുറച്ച് ഭയങ്കര അത് ഞാൻ അവരോട് പറയാനൊക്കെ കുറച്ച് ടെൻഷനായിരുന്നു. സാധാരണ ഒരു അസിസ്റ്റന്റിനോട് അസോസിയേറ്റിനോട് നീ പടം ഡയറക്ട് ചെയ്തു എന്ന് പറയാറ് ഭയങ്കര റെയർ ആയിരിക്കും അല്ലെ? വിപിൻചേട്ടൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ ശരിക്കും? പുള്ളിയുടെ ഒരു സർക്കിളിലുള്ള ആൾക്കാരെയൊക്കെ മാക്സിമം പുള്ളി തൊട്ടടുത്ത സ്റ്റേജിലേക്ക് എപ്പോഴും നമുക്ക് കുറച്ചുകൂടി ഭയങ്കര സ്വാതന്ത്ര്യമായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ വർക്ക് ചെയ്തതും ഇവിടെ എത്തി ആളുടെ കൂടെ എത്തുമ്പോഴുള്ള വ്യത്യാസം അത് തന്നെയായിരുന്നു. നമുക്ക് കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യമുണ്ട്. മീൻസ് സ്വാതന്ത്ര്യമല്ല, കുറച്ചുകൂടി നമുക്ക് പരിപാടികളിലേക്ക് അടുത്തെത്താനുള്ളൊരു ശ്രമങ്ങളൊക്കെ അന്നേ പുള്ളി നടത്തുമായിരുന്നു. എന്നാ പുള്ളി ഇങ്ങനെ സവിനെ ഏൽപ്പിക്കണം എന്ന് തീരുമാനിച്ചേ? പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ്? അല്ല, വാഴ 1ന്റെ ഡബ് നടക്കുന്ന ടൈമിലായിരുന്നു. എനിക്ക് ട്രെയിലറൊക്കെ ഇറങ്ങി അപ്പോഴാണെന്ന് തോന്നി ഇവർക്കൊരു ആഷർ പരിപാടികളൊക്കെ വന്നു തുടങ്ങി ആ ടൈമിലായിരുന്നു. ആ സമയങ്ങളിൽ എപ്പോഴും ഒരു ദിവസമാണ് പറഞ്ഞു. മലയാള സിനിമയിൽ ഇപ്പം ഹയസ്റ്റ് ഗ്രോസിംഗിലെ ടോപ്പ് 4 നിൽക്കുകയാണ്. പിന്നെ ടോപ്പ് 1 ലോകയുള്ളത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്തായി കളക്ഷനൊക്കെ അപ്ഡേറ്റ് ഒക്കെ വരാറുണ്ടോ? ഉണ്ട്, അതില്ല അതിന്റെ വഴിക്ക് പോക്കോ. അത് മൈൻഡ് ചെയ്യുന്നില്ല നമ്മളല്ലേ? അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ലായിരുന്നു. പരിപാടി വർക്കാണോന്ന് മാത്രമേ ഓർത്തിട്ടുള്ളൂ. ഹൈദരാബാദിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് അവിടുത്തെ ആൾക്കാരുടെ രീതികളൊക്കെ വേറെയാണ്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രേക്ഷകരുടെ കൂട്ട അതിന് കുറച്ചുകൂടി ഹൈ ആണ് അവർ. ഭയങ്കര ആന്തരിക നമസ്കാരമൊക്കെ പറഞ്ഞ് അത് മാത്രമേ പഠിച്ചുള്ളായിരുന്നു. അവിടെ കുറെ തിയേറ്ററിൽ റിലീസ് ഉണ്ടോ? അവിടെ ഒരു 300 തിയേറ്ററിനടുത്തുണ്ട്. ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് അവിടെയും പരിപാടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ ഹിറ്റായ പടം? അവിടെ നമ്മൾ കണ്ടെടുത്തൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അവിടെ അവരുടെ ഒരു വേറൊരു തരം പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ അവിടെ ഇവിടുന്ന് കുറച്ചുകൂടി ഭയങ്കര ഹൈ ആണ്. തിയേറ്ററിലൊക്കെ നമ്മളിരുന്ന് കാണുമ്പോഴും ബഹളമായിരിക്കും ഭയങ്കര. നമുക്ക് ഇവിടെ അത് കിട്ടാത്ത കുറേ പരിപാടികൾ അവിടെ വെച്ച് കണ്ടപ്പം വേറെ ഫീല് തോന്നിയായിരുന്നു. ആഷിറിനും അവർക്കൊക്കെ ഫാൻസ് ആയോ അതിലിറങ്ങി നടക്കുമ്പോൾ? എനിക്കൊന്ന് ഉറപ്പായിട്ടും ആഷിറിന് ഭയങ്കര കാര്യമാണ് അവിടെയുള്ള ആൾക്കാർക്ക്. ആഷിറും പിന്നെ ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു നമ്മുടെ നായികയുണ്ട്. 2 പേരും ഭയങ്കര ഫാൻസാണ് ഹൈദരാബാദിൽ.
അപ്പോൾ എനിക്ക് അന്ന് നമ്മൾ ആൾക്കാരെ കാണുമ്പോഴൊക്കെയാണെങ്കിൽ അവരുടെ ഒരു റിയാക്ഷനൊക്കെ അങ്ങനെയാണ്. രാം ചരനൊക്കെ കണ്ട് കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അതെന്താ പുള്ളി ഇതിന്റെ എന്തെങ്കിലും ഏറ്റെടുത്തുണ്ടോ? ഇല്ല, എനിക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പോയതാണ്. അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. എനിക്ക് അറിഞ്ഞില്ല അതിനെപ്പറ്റി. പോയി കണ്ട് ഓക്കെ സെറ്റ്. എന്നാ പറഞ്ഞു പുള്ളി പടം കണ്ട് കൊള്ളാം എന്നൊക്കെയുള്ള പുള്ളിയുണ്ട്. അപ്പൊ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച പടത്തിന്റെ ഇമ്പാക്ട് ഡയറക്ടർക്ക് എങ്ങനെയൊക്കെയാ വരുന്നത്? എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്കറിയില്ല നാളെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളത്. ഇപ്പം അല്ല ഇങ്ങനെ ഒരു പടം ചെയ്തിട്ട് ഇത് അങ്ങനെ ചെയ്യാവോ അല്ലെ അതേമാതിരിയൊക്കെ അതൊക്കെ എനിക്കറിയില്ല. മീൻസ് അല്ല അത് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. മുന്നോട്ട് പോകാൻ അറിയാം. അടുത്ത പടത്തിന്റെ വർക്ക് തുടങ്ങിയ പരിപാടികളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടേക്കുള്ളൂ. അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു പരിപാടിയിൽ എത്തിയിട്ടില്ലൊന്നും. അവന്റെ സിനിമാഗ്രഹം എപ്പോഴാണ് തുടങ്ങിയത്? എൻ്റെ നാട് തിരുവല്ല അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പം അവിടെ അങ്ങനെ സിനിമയ്ക്ക് അങ്ങനെ ഒരുപാട് വലിയ സ്കോപ്പുകളൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ക്ലാസ്സൊക്കെ അടിച്ച് സിനിമയ്ക്ക് പോകുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമയെ പറ്റി വലിയ. പിന്നെയാണെങ്കിൽ നാട്ടിലിങ്ങനെ നല്ല കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം സിനിമയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കാണുന്നവർ അന്ന് മുതലേ ഉണ്ട് നാട്ടിൽ. അപ്പം എൻ്റെ വീടിനടുത്തൊരു ചേട്ടനുണ്ട്. അപ്പം ആൾ ഇതുപോലെ ബ്ലിസാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, സാമെന്ന പേര്. അപ്പോൾ ആള് ആണ് നാട്ടിലെ ഏക സിനിമ ആള്. അപ്പം ഞാനും ആളും പിന്നെ പടം കാണും. അപ്പം ആളിങ്ങനെ ബുക്കൊക്കെ വായിക്കുക നന്നായിട്ടൊക്കെ. അപ്പം നമ്മളെയും ഇങ്ങനെ ഒരു ചേട്ടനെ പോലെ കുറേ പരിപാടികൾ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തു നന്നായിട്ട്. അപ്പം പിന്നെ ആ സമയത്ത് പുള്ളി അപ്പോൾ ഇതുപോലെ ഒരു പടം വന്നപ്പോഴത്തേക്ക് ഇതുപോലെ അസിസ്റ്റൻ്റ്. അപ്പം എനിക്കറിയത്തില്ല എന്താ പരിപാടി എന്നൊന്നും. നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഞാൻ വിചാരിച്ചൊരു പരിപാടിയല്ല. അവിടെ ചെന്നപ്പം കണ്ട ഞാൻ പുള്ളിയുടെയൊക്കെ അപ്പോഴേ പറഞ്ഞിട്ടാ ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അപ്പം പുള്ളി പിന്നെ അങ്ങനെയല്ല, നീ ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് അങ്ങനെ കയറി. അതാണ് ഫസ്റ്റ് പടം. അതെ അതെ അതെ, അത് ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതെ അതെ. പിന്നെ വിഭിന്ന കാണുന്നത് ഒരു ഫ്രണ്ട് വഴിയാണെന്ന് കേട്ടു. ഈ പറഞ്ഞ ഈ സാമെന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളൊരു ആളാണ്. അനീസ് കുമാർ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഉണ്ട്. ജയയുടെ അസോസിയേറ്റ് ആ ചേട്ടനായിരുന്നു. ഞാൻ ആ ചേട്ടൻ്റെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ ഇങ്ങനെ ഞാനാണെങ്കിലും അങ്ങനെ എനിക്കും നല്ലൊരു പടമൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തേക്കുന്ന പടങ്ങളൊന്നും അത്ര കുറേ നാളായിട്ടും ആൾക്കാരോട് പറയും, നമുക്കൊരു പറയുമ്പോൾ അതേത് പടം അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ. അപ്പം ഒരു കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങനെ വിട്ട് കളയുമല്ലോ. അപ്പം ഞാനിങ്ങനെ പുള്ളികളൊക്കെ ഒരു പടം വർക്ക് ചെയ്തപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ ഞാൻ 1-2 പരിപാടി വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വേറെ എന്തൊക്കെയോ പരിപാടിയായിട്ട് തിരിച്ചു. അപ്പോൾ അതുപോലെ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട്, ഇങ്ങനെ ഇന്ന ആളുടെയാണെന്നൊക്കെ പറഞ്ഞു. അത് ജയ ആയിരുന്നു. അങ്ങനെയാണ് വിഭിന്നിലേക്ക് എത്തിയത്. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ? അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പരിപാടിയൊക്കെ അല്ല. എൻ്റെ ഒരു ഞാൻ ആളെന്നെ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. ഞാൻ ആളെ കാണുന്നത് എനിക്ക് എൻ്റെ ഒരു ഗുരുക്കന്മാർ ഒരു സ്ഥാനത്താണ്. കാരണം ഞാൻ അവിടെ എത്തുന്നതും അതിന് മുമ്പുള്ളതായിട്ട് ഒരു വ്യത്യാസമുണ്ട് എപ്പോഴും. ഫേവറേറ്റ് ശിഷ്യനാണോ ഗുരുവിന്റെ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഗുരുവിന്റെ ഏറ്റവും അലമ്പ ശിഷ്യൻ ഞാനാണ്. അങ്ങനെ എനിക്കറിയില്ല. നമുക്ക് വാഴ പടത്തിന്റെ ഒരു ഫിലിം ബുക്ക് ഉണ്ടാക്കാൻ പോകണം. നമുക്ക് ഡീറ്റെയിൽസ് അറിയാമേ. അപ്പൊ നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് വെച്ചാൽ എത്ര പേരുണ്ടായിരുന്നു? ഒരുപാട് ആൾക്കാരുണ്ട്. ഏകദേശം ഒരു 50-60 ആൾക്കാരിനെ അടുത്ത് നമുക്ക് മുഖം ഓർക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്കുന്നവര് അല്ലാത്ത ജൂനിയർ ആർട്ടിസ്റ്റ് വേറെ. നമ്പർ ഓഫ് ഡേയ്സ് 115 ദിവസം. എവിടേക്കായിരുന്നു ലൊക്കേഷൻ? ലൊക്കേഷൻ ഇവിടെ ആലുവയായിരുന്നു. ഒരു 99 ദിവസവും പരിപാടി ആലുവ. സ്കൂൾ ആലുവയാണോ? സ്കൂൾ ആലുവയിലായിരുന്നു. പിന്നെ ഫുജേറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 5-6 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ജോർജിയയിലുണ്ടായിരുന്നു 21 ദിവസം. UK എന്ന് പറഞ്ഞ് കാണിക്കുന്ന ജോർജിയാണ്. ശരിക്കും ഒരു ദിവസം ചെറിയ ഷൂട്ടുള്ളെങ്കിലും ശരിക്കും പുറത്ത് പോയിട്ടുണ്ട്. UAE പോയിട്ടുണ്ട്, ഫുജേറയിൽ പോയി. അപ്പൊ ഡയറക്ടർ ഡിമാൻഡ് ചെയ്താണ് പ്രൊഡ്യൂസർ. മൊത്തത്തിൽ ഇങ്ങനൊരു പടം ഈ ഒരു സക്സസിലേക്ക് എത്താൻ കാരണം തന്നെ ഇങ്ങനൊരു അവരുടെ ഒരു പ്രൊഡക്ഷൻ ടീം ഭയങ്കര, അവരൊരു ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ഗ്രാൻഡാണ്. അപ്പം അത് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് അപ്പം നമുക്കൊരു ഇങ്ങനെ ഒരു കഥ വെച്ചിട്ടാണോ ഒന്നും അല്ല പരിപാടി തുടങ്ങിയത്. അപ്പം ഒരു പുള്ളിയുടെ ഉള്ള വിശ്വാസമാണ് ആ പരിപാടി, ഇവരുടെ ആ ടീം. പക്ഷെ അതിങ്ങനെ മുന്നോട്ട് പോയി ഇത്രയും ദിവസം എത്തുമ്പോൾ ആൾക്കാരിലൊരു ടെൻഷൻ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ അത് പ്രൊഡക്ഷൻ ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ പോലെ ആയിരിക്കില്ല, എന്തായാലും ഒരു 50-60 ദിവസം കഴിയുമ്പോഴത്തേക്ക്. പക്ഷെ അപ്പോഴാണെങ്കിൽ പോലും അവർ പരിപാടികളൊക്കെ വേറെ കുഴപ്പമൊന്നും വരാതെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ വലിയ ഓവറായിട്ടുള്ള പ്രഷറൊന്നും സാധാരണ ഞാനും വർക്ക് ചെയ്യുമ്പോൾ കാണുന്ന രീതിയിലുള്ള പ്രഷറൊക്കെ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. ശരി, ഹാഷറൻ ടീമിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടു. അതായത് സിനിമയിൽ അഭിനയിക്കുന്ന റീൽ അഭിനയിക്കുന്ന രണ്ടാണ്. അപ്പം ഒരാളെ വെച്ചിരുന്നു, രാജേഷ് നാരായണൻ. പുള്ളി എന്താ ട്രെയിനിങ് കൊടുത്തത്? ഇപ്പം മാക്സിമം എങ്ങനെയാണോ ഒരു ക്യാമ്പ് നടക്കുന്നത് അതേപോലത്തെ പരിപാടികളൊക്കെ തന്നെയാണ്. പുള്ളി
അതിനെ എങ്ങനെ പൊക്കിയെടുത്തു എന്നുള്ളത് പുള്ളിയുടെ കയ്യിലാണത്. ഇപ്പോൾ സാധാരണ നോർമലി ഒരു വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, എന്തായാലും ഇങ്ങനെ ആയിരിക്കും വർക്ക്ഷോപ്പ്. അത് എല്ലാവർക്കും നമ്മൾ സാധാരണ സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു വർക്ക്ഷോപ്പൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ മാറ്റങ്ങൾ, കാരണം ഇവരങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടി അവരുടെ പരിപാടികളൊക്കെ ആൾ പുറത്തെത്തിക്കാൻ മാക്സിമം ഇൻസൾട്ട് ചെയ്യുക, പുറത്തെത്തിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും. അങ്ങനെ ആയിരിക്കുമല്ലോ വർക്ക്ഷോപ്പ്. നമ്മളെന്താണ് ഉറങ്ങിക്കിടക്കുന്ന സാധനം പുറത്തു കൊണ്ടുവരാനുള്ള പരിപാടി നോക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെ അവർ ഇറിറ്റേറ്റ് ചെയ്യുക അതെല്ലാം ചെയ്യിപ്പിച്ചായിരിക്കും അവർ ഇങ്ങനെ ഒരു മോഡലിലേക്ക് എത്തിച്ചത്. അതിൽ അവരുടെ അഭിനയം മാറിയോ അതോടുകൂടി? എനിക്ക് അതറിയാം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ. എനിക്ക് അവരുടെ അഭിനയം ഇതാണോ അതാണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. നല്ല ആക്ടേഴ്സ് ആണോ? അടിപൊളിയാണ്. 4 പേരും ഒന്നിനൊന്നിനും മെച്ചമാണ്. അതിൽ ആര് ബെസ്റ്റ് എന്ന് പറയാൻ എനിക്കറിയില്ല. 4 പേരും എൻ്റെ ബെസ്റ്റാണ്. സൂപ്പർ. ഇപ്പം ബിജുക്കുട്ടൻ ചേട്ടൻ്റെ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന സീൻ ഉണ്ടല്ലോ, ബിജുക്കുട്ടൻ ചേട്ടൻ്റെ പടക്കം പൊട്ടിക്കുന്ന സീൻ അത് എടുത്തപ്പം ആക്ച്വലി നിങ്ങൾ കോമഡി സീനായിട്ട് ഉദ്ദേശിച്ചാണ് ചെയ്തതെന്ന് ഞാൻ വായിച്ചു. കോമഡി സീനാണ്, പക്ഷേ ഇതിനൊരു ഇമോഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഇത് എവിടെയാ ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് അന്ന് ഒരു കറക്റ്റ് പ്ലാൻ ഇല്ല. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ആദ്യമായിരിക്കാം, അല്ലേ ലാസ്റ്റ്. ഇത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, ഇന്ന സ്ഥലത്താണെന്നറിയില്ല. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ആ റീലൊക്കെ പോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കിയെന്നേ ഉള്ളൂ. അപ്പം ആദ്യം ഷൂട്ട് ചെയ്ത ടൈമിൽ ആ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല, ഇതെന്താണ് പരിപാടി. ഞാൻ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് അപ്പം ഞാൻ അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ പറഞ്ഞു, എടാ 1-2 ഷോട്ട് കൂടെ വേണം അതിന്, കുറച്ചുകൂടി പരിപാടി ഒരു ഇൻറ്റൻസിറ്റി വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കൊച്ചു പോയി അച്ഛനോട് അല്ല മീൻസ് അത് ഷൂട്ട് ചെയ്ത് എനിക്കൊന്ന് അവരുടെ ക്ലോസുകൾ പരിപാടികളുണ്ടല്ലോ, ഞാൻ അതിലേക്കൊന്നും പോയി എനിക്കറിയില്ലായിരുന്നു എന്താണ് ഇങ്ങനെ ഒരു റീൽ കണ്ടി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കറിയില്ല എന്താ പരിപാടി എന്നുള്ളത്. ഇങ്ങനെ ഒരു കൊച്ചു പോയി എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞപ്പോൾ വിപിൻ ചേട്ടൻ കണ്ടപ്പോഴാണ് ഇതിന് നമുക്കൊരു ഇമോഷണൽ സീൻ ആയിരിക്കും എന്ന് തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഇല്ല, അപ്പോഴും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇമോഷൻ സീൻ ആവോ ഇല്ലോ എന്നല്ല, ഇതിപ്പോൾ ഈ സീനെ കണക്ട് ചെയ്തിട്ടൊരു വരുന്ന പരിപാടി ഒരു ഇമോഷൻ ആവുമെന്നേ ഉള്ളൂ. ഈ സീൻ ഇമോഷൻ ആകുമെന്ന് ഞാൻ ഓർത്തില്ല. ഇല്ലില്ല, ഇത് കഴിഞ്ഞിട്ട് വരുന്ന സീൻ ചിലപ്പോൾ അതിനെ ഇമോഷണലി ഹുക്ക് ചെയ്യുമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത് എഡിറ്റിൽ കുറേ പരിപാടികളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വന്ന് ഫൈനൽ സ്റ്റേജിലാണ് ഇങ്ങനൊരു പ്രൊഡക്റ്റായിട്ട് എത്തുന്നത്. അപ്പോൾ കോമഡി സീനായിട്ടാണ് അത് എഴുതിയതും? അല്ല, ഇത് അങ്ങനെ എഴുത്ത് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഇങ്ങനെ റീൽ കഴിഞ്ഞിട്ട് ഈ പരിപാടി ഷൂട്ട് ചെയ്യുന്ന മൂഡായിരുന്നു. അത് എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫിലെ കഥ അറിയില്ല ശരിക്കും. പക്ഷെ കഥ എന്ന് പറഞ്ഞാൽ കഥയുടെ പില്ലേഴ്സൊക്കെ ഉണ്ട്, ബാക്കി എന്തൊക്കെ പരിപാടികൾ കയറുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും വിനായകൻ്റെ അച്ഛൻ മരിക്കുമെന്ന് അറിയാമായിരുന്നു. അപ്പം ഈ സാധനം ഇടുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി വരുവാണെങ്കിൽ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ഒരു ഓർമ്മയായിരിക്കുമെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ടേക്കുന്ന സീൻ ഹ്യൂമർ ആവുമെന്ന് ഞാൻ ഓർത്തില്ല. ഈ വിഷ്വലാണ് ഷൂട്ട് ചെയ്യുന്നെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പരിപാടി അവിടെ ഇവിടെ കണക്റ്റ് ആവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലെ ഫസ്റ്റ് ഹാഫിൽ എവിടെയെങ്കിലും ചിരി പോലെ കാണിച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ എവിടെയെങ്കിലും അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷെ അവസാനം ഇങ്ങനെയൊക്കെയാണ്. ഭയങ്കര ഇമോഷണൽ സീനായി. അതെ, ഭയങ്കര ചർച്ചയായി. പുള്ളിനെ ആള് വിളിച്ചായിരുന്നു, ആള് ബിജുക്കുട്ടൻ ചേട്ടനെ പോയി കണ്ടിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ആൾക്കും ഭയങ്കര ഞങ്ങൾ കാണുന്നതിന് തലേദിവസം വരെ നമ്മുടെ ടീമിലുള്ളവരെല്ലാം മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു ആളിലേക്ക് എത്താൻ വേണ്ടി. പക്ഷെ ആൾ ആ സമയത്തൊക്കെ ഇച്ചിരി ഭയങ്കര ഡാർക്കാരെന്ന് തോന്നുന്നു. ഈ പാട്ടിറങ്ങിയപ്പോൾ വീണ്ടും പുള്ളിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ കാലം കഴിഞ്ഞ് മറന്നിരുന്നതൊക്കെ വീണ്ടും ഭയങ്കര ട്രോമയായിരുന്നു അവർക്ക് ശരിക്കും റിയൽ ലൈഫിൽ. പുള്ളിക്ക് ആ വീഡിയോ ട്രോമയാണ് ഉണ്ടാക്കിയത്. എവിടെ പോയാലും ആൾക്കാർ കളിയാക്കും, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളെ പാട്ടിറങ്ങിയപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷൻ ഭയങ്കര ഹൈ ആയിരുന്നു. പിന്നെ നമ്മളെ വിളിച്ചപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായി. അത് മാറ്റിയോ ഈ സീൻ കൊണ്ട് പുള്ളിയുടെ ലൈഫും? പുള്ളി കാരണം അങ്ങനെ ആൾക്കാരിലേക്ക് എത്താത്ത ഒരാളാണ് പുള്ളി. അല്ലെ പുള്ളിക്ക് ഇപ്പോൾ ഒരു 10 ഇൻ്റർവ്യൂ കഴിയേണ്ട സമയം കഴിഞ്ഞ്. കറക്റ്റ്. പക്ഷേ പുള്ളി ഭയങ്കര നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പടം കണ്ടിട്ടാണ് ബിജുക്കുട്ടൻ ചേട്ടനെ കണ്ടത്. അപ്പം ആള് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആള് പടം കണ്ട് പിന്നെ പുള്ളിയുടെ ഈ പടം കണ്ടപ്പോൾ തോന്നി 1-2 കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. ഇപ്പം ആ സീനിനകത്ത് ആ കുഞ്ഞ് ഓടി വന്ന് എടുക്കുന്ന റിയൽ ലൈഫിൽ പുള്ളിയെ ആദ്യം വന്ന് എടുക്കുന്ന കുഞ്ഞാണ് വന്ന് പുള്ളിയുടെ മോനാണ് വന്ന് എടുക്കുന്നത്. പിന്നെ പുള്ളിയുടെ മോൻ്റെ വീട്ടിലാണ് പുള്ളിയുടെ മോൻ്റെ കൂട്ടുകാരൊക്കെ ഫുള്ള് കമ്പനി അടിച്ചിരിക്കുന്നത് പടത്തിലുള്ള പോലെ തന്നെ. അപ്പോൾ അതൊക്കെ കേട്ടോ നമുക്ക് ഭയങ്കര. പിന്നെ പുള്ളി ഭയങ്കര ഹാപ്പിയായി. പുള്ളി ആ പഴയ വൈബിൽ നിന്നൊക്കെ പുള്ളി ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മളൊക്കെ സംസാരിച്ചതൊക്കെ. വീഡിയോയിൽ ശരിക്കും നമ്മൾ അത്രയല്ലേ കാണുന്നുള്ളൂ. അപ്പൊ ഇതൊരു ചിരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. എല്ലാരും ചിരിച്ചടന്ന വീഡിയോയുടെ പുറകിൽ ഇങ്ങനെ ഒരു ഡാർക്ക് വിപിൻ ചേട്ടൻ എങ്ങനെ അതിലേക്ക് എത്തിയെന്നുള്ളത് പുള്ളിക്ക് അറിയത്തുള്ളൂ. ഞാൻ കണ്ടപ്പോഴും അത് ചിരിച്ചു വിട്ടൊരു പരിപാടികൾ മാത്രമാണ്. ഇങ്ങനെ ഇത്ര ആഴം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല.
ഷൂട്ടിംഗ് പ്രോഗ്രസ്സിലും സ്ക്രിപ്റ്റിംഗ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കേട്ടോ. അങ്ങനെയായിരുന്നോ? ഹാഫ് ടൈം വരെ ഉള്ളത് ക്ലിയർ ആയിരുന്നു സീൻ ഓർഡർ? എന്നാലും മാറ്റങ്ങൾ അല്ലേ, അതൊക്കെ ഏകദേശം ഹാഫ് ടൈം വരെയുള്ള പരിപാടികളൊക്കെ ഏകദേശം ഒരു ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് ഇപ്പൊ ഇതുപോലെ ഷൂട്ടിന് വേണ്ടി എന്തായാലും സ്ക്രിപ്റ്റ് ഉണ്ടാകും. ചില പരിപാടികളൊക്കെ കയറി വരാറുണ്ട്, ചില സീനുകളൊക്കെ അങ്ങനെ തലേദിവസം വന്നിട്ട് നാളത്തേക്ക് സെറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇതിന്റെ പരിപാടി എങ്ങനെയാണ്? നമ്മുടെ ടീം ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പം എൻ്റെ ഡയറക്ഷൻ ടീം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 8 പേരുണ്ടായിരുന്നു. എൻ്റെ ചീഫ് റജീവാൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. പിന്നെ സക്കീർ, ഇപ്പം പിന്നെ വിശ്വൻ അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ ജൂവല്, മിഥുൻ, നിതിൻ, സുഗു, വാഴ 3 ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? വിശ്വനാണ്. എൻ്റെ ഭയങ്കര ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരിലുള്ള ഒരാളാണ് വിശ്വൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷം തോന്നിയത് അവനാണ് ഈ പരിപാടി എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സൂപ്പർ. സജഷൻ ചോദിക്കുമോ അപ്പോൾ ബിപിൻ സവിനോട് ആർക്കാ വാഴ 3 കൊടുക്കണ്ടേന്നൊക്കെ അങ്ങനെ ചോദിക്കുമോ? അല്ല, എൻ്റെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു അവൻ. ഓക്കെ, അവൻ എൻ്റെ ഒക്കെ പറഞ്ഞു നീ ഒന്ന് അവനോട് പറയാൻ മതി. അപ്പോൾ അവനാണേലും പറഞ്ഞ് നമ്മൾ സംസാരിച്ച് അതൊക്കെ ഭയങ്കര വല്ലാത്തൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞങ്ങളുടെ ടീം ഭയങ്കര നൈസായിരുന്നു. നൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് വന്നേക്കുന്ന കുറച്ച് അഫ്സല് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും അത്ര ഇഷ്ടമാണ് സിനിമയെ. അപ്പം ഞാനും അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്നിട്ടുണ്ട്, വർക്ക് ചെയ്ത ആളാണ്. അപ്പം നമുക്കും അറിയാം ഒരാളെന്താ എങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാനും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര കണക്ഷനായിരുന്നു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് തന്നെ നമുക്ക് ഭയങ്കര അഡ്വാൻസ് ആയിരുന്നു. ഈ പറയുന്ന പോലെ ഷൂട്ടിൽ അത്ര വലിയ ടെൻഷൻ പരിപാടികളൊന്നും ഒരു തലയിൽ വെക്കേണ്ട കേസൊന്നും വന്നിട്ടില്ല. അപ്പം ആളുടെ റൈറ്റിംഗ് ടീമിലും നമ്മുടെ നാഷിദ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ജയജയുടെ ഒക്കെ കോറൈറ്ററാണ്. പിന്നെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് റീലൊക്കെ ചെയ്യുന്നത്. പിന്നെ രോഹിത്, വിഷൻ തന്നെ അവിടെ എഴുതാൻ പോകും. വിഷൻ ഷൂട്ടിങ് ചിലപ്പോൾ 2 ദിവസം കാണിച്ചു. വിഷൻ ഒരു അത്ഭുത പ്രതിഭയാണ്. ഈ റൈറ്റിംഗ് ടീമിൽ എത്ര പേരുണ്ട്? കാരണം ഇത് 4-5 പേരുണ്ട്. ആണോ? ഓരോരുത്തരുടെ ലൈഫിൽ റിയൽ ഇൻസിഡൻസ് കുറെ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ട് റൈറ്റിംഗ് ടീമിലെ. കാണും, എനിക്ക് ഞാൻ ആ ടൈമിൽ ഉറപ്പായിട്ടും കാണും. എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മൾ പറ്റുന്ന പോലെ ഇടയ്ക്ക് നോക്കാം. അറിയോ ഏതൊക്കെ എന്തെങ്കിലും? ഇല്ല, എൻ്റെ റിയൽ ലൈഫിൽ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ മറ്റേ ആഷിക എന്നൊക്കെ അറിയത്തില്ലേ, കൂട്ടുകാർ പോകുമ്പോഴാണോ? അല്ലല്ല, കൂട്ടുകാരൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ഡ്രഗൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് മറ്റേ പെണ്ണൊക്കെ തേച്ച് ഫോണിനകത്ത് കരഞ്ഞിട്ട് അനിയൻ വന്നിട്ട് ചോദിക്കത്തില്ലേ ഈ പറ്റിയ പോലെ പോകുന്നതെന്ന് പറഞ്ഞു. അതെന്റെ റിയൽ ലൈഫിൽ എൻ്റെ അനിയൻ ചോദിച്ചു. അല്ലല്ല, എൻ്റെ അനിയൻ്റെ റിയൽ ലൈഫായിരുന്നത്. അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഞാനും അവനും ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയന് ഞാൻ അത്ര ഭയങ്കര കണക്ഷനാണ്. അപ്പം ഞാനും അവനും ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഞാൻ ഏതോ രാത്രിയിൽ എണ്ണീച്ചപ്പോൾ ഇങ്ങനെ ഭയങ്കര സൗണ്ട് കേൾക്കാം, എങ്ങനെ അടിക്കും സൗണ്ട്. ഞാനിങ്ങനെ ഞാൻ ഇപ്പം പിന്നെ ഫോണെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ പാട്ട് ഹെഡ്സെറ്റിൽ ഇങ്ങനെ കേൾക്കാം, ഇങ്ങനെ നമ്മുടെ മരണമെത്തുന്ന നേരത്തെന്നൊക്കെ പറഞ്ഞുള്ള പാട്ട് ആളൊക്കെ വെച്ചിങ്ങനെ വൈബിലിരിക്കുകയാണ്, കണ്ണുനീരൊക്കെ ഒഴുകി കണ്ണിലൊക്കെ ഒട്ടി ഇരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിഞ്ചനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളി അത് ഇങ്ങനത്തെ രീതിയിലൊക്കെ സെറ്റ് ആയതാ. ഏറ്റവും സന്തോഷം തോന്നിയ റിയാക്ഷൻ ചോദിച്ചാൽ ഇപ്പൊ ഇത് പറയാം, ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഇത് ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്ത റിയാക്ഷൻ. ഇമോഷണലി ടച്ചിങ് കുറേ വന്നു. അപ്പം നമ്മൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയ ടൈമിൽ ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ തനിയെ വന്നിട്ട് സംസാരിക്കും. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന കൂടുതൽ ആൾക്കാരും അച്ഛനുമായിട്ട് ഒരു ഇമോഷൻ കണക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം എൻ്റെ അച്ഛന് മരിച്ചിട്ട് ഒരു 6 വർഷമായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എന്താ പറയും, ഇങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തു, എനിക്ക് ഭയങ്കര ഞാൻ അപ്പോൾ ചില ഒരാളിങ്ങനെ വന്ന് പറഞ്ഞു എൻ്റെ ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ കരയാറില്ല, പക്ഷേ ഞാൻ ഈ സിനിമ കൊണ്ട് എൻ്റെ അച്ഛനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു. അങ്ങനെ കുറേ അധികം ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ഒരു ഇമോഷൻ. അപ്പം എനിക്കും പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ആദ്യം അത് വന്നില്ലേ പോലും പിന്നെ പതുക്കെ അത് അപ്പോഴാണ് എനിക്കൊരു ഇമോഷൻ വന്നു തുടങ്ങിയത്. എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ സീൻ ഏതായിരുന്നു? എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടല്ല, എടുത്താൽ സെറ്റാവില്ല എന്ന് ഒരു പേടി തോന്നിയ സീൻ തോന്നിയ തിയേറ്റർ സീനായിരുന്നു. കാരണം അത് സീൻ വർക്കായില്ലെങ്കിൽ കഥ മുന്നോട്ട് പോകും, എത്രത്തോളം ബാക്കി മുന്നോട്ട് ഇവർ 4 പേരും ജോയിൻ ആകണം, ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവർ ജോയിൻ ആകുന്നത്. അപ്പം പിന്നെ ആ സീൻ വർക്കായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു കല്ലുകടിയായിട്ട് മൊത്തത്തിൽ കിടക്കാതെ എങ്ങനെ സിനിമ വേണമെങ്കിലും ബാധിക്കാം. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഇതാണ്. ആദ്യത്തെ ഷെഡ്യൂൾ മുതലേ ചാർട്ട് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഷെഡ്യൂളാണ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം അതാണെങ്കിലും ഷൂട്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാന്നൊക്കെ അങ്ങനെയൊക്കെ പ്ലാനുകളൊക്കെ വന്നായിരുന്നു.
പിന്നെ ഇതിലേക്ക് തന്നെ വർക്കായി. ഇതിലേക്ക് തന്നെ എത്തി. പിന്നെ അത് വർക്കായെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. തിയേറ്റർ എവിടെ ആയിരുന്നു അപ്പൊ? ഇത് മാസം എന്ന് പറഞ്ഞ തിയേറ്റർ ആയിരുന്നു ചാലക്കുടിയിൽ. ഓക്കെ. തിയേറ്റർ അകത്തെ സീൻ ഉണ്ടല്ലോ, പോലീസുകാരനെ എല്ലാരും വട്ടാക്കുന്നത്, അത് വേണോ വേണ്ടായിരുന്നു സംശയം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇല്ല അത് കുറച്ച് പരിപാടിയാണ്. പക്ഷെ ശരിക്കും നമ്മൾ ഈ സീൻ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 4 പേരും ബോണ്ടിങ് ആകുക. പിന്നെ വേറൊരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ഉണ്ട്, അല്ലമീൻ പരിപാടി. അപ്പോൾ അത് സെക്കൻഡ് ഹാഫിലേക്ക് എന്താവും അതിൻ്റെ കഥയൊന്നും നമുക്ക് അറിയില്ല. അപ്പം മാക്സിമം ഈ ഒരു പരിപാടി മൊത്തത്തിൽ ഓളത്തിൽ നിന്നാലേ ആൾക്കാർക്ക് ഇവരെ എല്ലാം കിട്ടത്തുള്ളെന്ന് തോന്നിയായിരുന്നു. അപ്പം വരുന്നതൊക്കെ ബോണസ് ആണല്ലോ. പിന്നെ പോലീസുകാരനെ ഇത്രയും തെറി വിളിക്കണമായിരുന്നു നമുക്ക് തോന്നിപ്പോ, അങ്ങനെ തോന്നിയായിരുന്നു? ഇല്ല, അങ്ങനെ ഇല്ല. മാക്സിമം കുറച്ചുകൂടി ഭയങ്കര ഇറിറ്റേഷൻ ആക്കണമെന്നാണ് എൻ്റെ തോന്നി. പിന്നെ എനിക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കുറേ പരിപാടികൾ ഇങ്ങനെ പറഞ്ഞിടാം, ഇങ്ങനെ ഇത്രയും ടാർഗറ്റിങ് ആകുന്നു, അത് വേണ്ട പരിപാടി. ഞാനാണെങ്കിൽ കുറച്ചുകൂടി ലൗഡിലായിരുന്നു പരിപാടി ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയത്. അത് നടന്നിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ? എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനൊരു അത് വിപിൻ ചേട്ടൻ്റെ റിയൽ ലൈഫിൽ എവിടെയോ പരിപാടി നടന്നിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എഴുതുന്ന ടൈമിലാണ് ഇങ്ങനൊരു പരിപാടിയെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പം അങ്ങനെ എഴുത്ത് ടൈമിൽ മുതലേ ഈ പരിപാടിയിലേക്ക് എത്തിയായിരുന്നു. എക്സ്പെക്ട് ചെയ്യാതെ വർക്കായ ഭയങ്കര എലിവേറ്റ് ചെയ്ത സീൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം 1-2 പരിപാടികളുണ്ട്. ഇപ്പം നമ്മൾ ആ ഞൊട്ട അടിക്കുന്ന പാട്ടൊക്കെ അത് നമുക്ക് ഒരു ഐഡിയ മാത്രമേ ഉള്ളത്, ഇത് എങ്ങനെ സെറ്റാവുമെന്ന് അറിയില്ല. ശരിക്കും അത് ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ആ പരിപാടി നമുക്ക് അതിലേക്ക് എത്തിയത്. അത് നമുക്ക് സ്ക്രിപ്റ്റിൽ ആ പോർഷൻ ഇല്ലായിരുന്നു ആ പരിപാടി. അപ്പം അത് ഭയങ്കര ആദർശമായിട്ട് വന്ന് പോയ പരിപാടിയാണ്. അപ്പം അത് വർക്കായതിനേക്കാൾ ഉപരി ഭയങ്കരമായിട്ട് വർക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ വെച്ചിട്ട് നമ്മൾ ആ ഇൻ്റർവെല്ലിന് മുമ്പായിട്ട് ആഷറിനെ ആ കൊച്ചിങ്ങനെ ചൂണ്ടി കാണിക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ സമയത്ത് കുറച്ച് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. ശരിക്കും അത് ഞാൻ ഷൂട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് വന്ന ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള തോന്നലാണ് അത് എടുത്തത്. പക്ഷേ അവൻ എഡിറ്റർ കണ്ണൻ എന്ന് പറഞ്ഞ് അവൻ ആ സ്ഥലത്ത് പ്ലേസ് ചെയ്തപ്പം അതിന് വേറൊരു പരിപാടി പോലെ ഫീൽ ചെയ്ത്. ലാസ്റ്റ് കൊണ്ടുപോയി പറയുന്നുണ്ടല്ലോ ഈ വൃത്തിയായിട്ട ശബ്ദം ഉണ്ടാക്കുന്നത്, അത് കറക്റ്റ് കൊണ്ടിട്ട് അതിനെ ക്ലോസ് ചെയ്ത പരിപാടിയായിരുന്നു. അതൊക്കെ എഴുത്തിൽ വന്ന പരിപാടികളായിട്ട്. ഇപ്പം വിവിഞ്ചന അവരുടെ ഒരു എഴുത്ത് ഇപ്പം നമുക്കാണെങ്കിൽ ഭയങ്കര ഓപ്പണാണ്. നമ്മളിപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി പറഞ്ഞാൽ പോലും അവിടെ ഭയങ്കര ഊക്കി വിടത്തേ ഉള്ളൂ. ആരായാലും അങ്ങനെ വലിയ വലിപ്പ ചെറുപ്പമൊന്നും അവിടെ ഇല്ല. ഈ ഡെഡിക്കേറ്റഡ് ടു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എഴുതി കാണിക്കുന്നുണ്ട് വാഴ 2-ല്. അത് ബ്രോ കൊടുത്തൊരു ഡെഡിക്കേഷൻ ആണ് സവിൻ. അങ്ങനെ ഡെഡിക്കേഷൻ അതുകൊണ്ട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഞാൻ ഭയങ്കര ആവറേജ് ആയിട്ടൊരു പയ്യനാണ്. അത്ര വലിയ ഭയങ്കര കഴിവോ അല്ലെ അത്രയ്ക്ക് ചിന്താശേഷി ഒരുപാട് നമ്മൾ കാണുന്ന ഒരുപാട് സിനിമയെ പറ്റി അങ്ങനെയുള്ള ഉള്ള ആളൊന്നും അല്ല. എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കി എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നലുണ്ട്. ഓരോ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനുള്ള മോട്ടിവേഷൻ ആണ് ഉറപ്പായിട്ടും. കാരണം ഞാൻ വന്നപ്പോഴാണേലും ഞാൻ അത്ര ഭയങ്കര ഇതൊന്നും അല്ല, ഇതൊന്ന് വണ്ടറടിച്ച് പോയിട്ട് എന്താ പരിപാടി എന്നറിയാമോ. ഇപ്പം വരുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു 1-2 സ്ക്രിപ്റ്റൊക്കെ സെറ്റായിട്ടായിരിക്കും. ഇപ്പം എൻ്റെ കൂടെ തന്നെ അതാ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനാണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്റ്റേജിലൂടെ പോയിട്ടില്ല. അവർ 1-2 വർഷത്തിനുള്ളിൽ എത്തുമ്പം തന്നെ സ്ക്രിപ്റ്റ് പറയാൻ പോകുന്നത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയിട്ട്. അത്രയും നല്ല ആൾക്കാരായിരുന്നു എൻ്റെ കൂടെ ഉള്ളവർ. എനിക്ക് ഭയങ്കര സ്നേഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അവരോടെല്ലാം. പിന്നെ ഞാനിങ്ങനെ വർക്ക് ചെയ്ത് വന്നതാണല്ലോ, അതൊക്കെ തന്നെയാണ് അതിൻ്റെ കാര്യം. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഉള്ള പടമാണ്. അതെ തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ ഒരു ജേർണിയിലൂടെ ഇങ്ങനെ വന്നില്ലായിരുന്നു എനിക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എന്താ സവിന് പറയാനുള്ളത്? നിങ്ങൾ ആ ദിവസത്തെ പ്രതീക്ഷിച്ചിരിക്കുക, നിങ്ങൾ ഉറപ്പായിട്ടും ആ ദിവസം തേടി വന്നിരിക്കും. സൂപ്പർ. നിങ്ങൾക്കുള്ള പടം നിങ്ങളുടെ അടുത്ത് വരും അല്ലേ? എനിക്കറിയില്ല, എൻ്റെ അടുത്ത് അങ്ങനെയാണ് വന്ന്. ഇപ്പം ഞാനാണേലും ഞാൻ കൊറോണ ടൈമിൽ എൻ്റെ നാട്ടിൽ പോലും ഞാൻ ഒരു ചെറിയ കുഞ്ഞു പിള്ളേരെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ നടന്നൊരു ടൈം ഉണ്ടായിരുന്നു. അത് ആ ഒരു 3-4 വർഷം മുമ്പാണെങ്കിൽ പോലും ഒരു 10 ലക്ഷം രൂപയ്ക്ക് സിനിമ ചെയ്യാമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ച് ഒരു കൂട്ടായ്മ ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പം എല്ലാം കിട്ടുന്ന ബോണസായിരുന്നു. ഇപ്പം ഞാൻ അന്നത്തെ ടൈമിൽ 10 അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് ചിലപ്പോൾ കുട്ടികളെ സിനിമ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അങ്ങനെയും ഞാൻ സിനിമ ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ
എങ്ങനെയാ എപ്പോഴായാലും നമ്മൾ അവധിയൊക്കെ അതിനു വേണ്ടി അതെ വാഴ 2ന്റെ ബഡ്ജറ്റ് ചോദിക്കാൻ പാടുണ്ടോ? ചോദിച്ചോളൂ, എല്ലാരും പുറത്ത് വന്നില്ല. എന്തോ 13 കോടി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ UK-ക്കാര് കുറെ പേര് പറയുന്നുണ്ട് ഇത് കറക്റ്റ് ആണ്, ഞങ്ങളുടെ ലൈഫില് പലതും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെ അത്ര കൃത്യമായിട്ട് സ്ഥാനം കിട്ടിയത്? ഇല്ല, അത് എനിക്കൊന്ന് അത് ഈ എഴുത്തിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ. ഇപ്പം നമുക്കാണെങ്കിൽ തന്നെ ഒരു 10 പേര് കാണും പുറത്തുള്ള കണക്ഷനുള്ള ആൾക്കാർ. ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞൊരു 10 പേരെങ്കിലും കാണുമല്ലോ പുറത്തുള്ള കൂട്ടുകാർ. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ടാണെങ്കിലും ചെറിയ പരിപാടികളൊക്കെ അവിടെ കണ്ടിട്ട് ഇതാണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ടും ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വാഴ 1ന്റെ പോലീസ് സീൻ ഉണ്ടല്ലോ ബേസിൽ, അതിൽ ഹാഷിർ പറയുന്ന ഡയലോഗ് ഉണ്ട്. പിന്നെ അതിൽ ഹാഷിറും അലനും കസിൻസ് ആണ്. കസിൻസ് ആണ്. അതെ, ശരിക്കും അവിടെ നിന്നാണ് ഈ സിനിമ നമ്മൾ വാഴ 2 അല്ലേ ഇത് എങ്ങനെ തുടങ്ങുമെന്ന് അറിയില്ല. ഇത് ഇപ്പൊ ആൾക്കാരൊക്കെ ഇപ്പൊ ഇതിനൊരു സ്ഥലം വേണമല്ലോ ഇവരെ പ്ലേസ് ചെയ്യാൻ എന്താണ്. അപ്പം അങ്ങനെ വന്നതിൽ ആ പോലീസ് സ്റ്റേഷൻ സീനിൽ നിന്നാണ് നമ്മൾ ഇവർ തമ്മിൽ കസിൻസ് ആണെന്നും പിന്നെ ഇവർ എല്ലാവരും സ്കൂളിൽ പഠിച്ചതാണെന്നും പിന്നെ അതിൻ്റെ താഴെ ഉപയോഗിക്കാൻ പറ്റാതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രയം നമ്മൾ പത്തിത്തോറ്റ ആ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് 10ാം ക്ലാസ്സിൽ തോക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എല്ലാം തുടങ്ങിയത് അവിടെ നിന്നാണ്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ സീൻ എടുക്കുമ്പോഴാണ് ഇത് തോട്ട് ഇല്ല ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു പരിപാടി. ഇവർ രണ്ടുപേരും അടുത്തുള്ള മീൻസ് ഇതെല്ലാം വേറെ കഥയിലില്ലല്ലോ, ഇവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ എന്താണെന്നൊന്നും ഇല്ലല്ലോ. ആലോചിച്ചങ്ങനെ അങ്ങനെ പിന്നെ നമുക്ക് ഇത് വരുമ്പോൾ എല്ലാം ആലോചിക്കണ്ടേ. ശരി. അടിസീൻ ഉണ്ടല്ലോ സ്കൂളില്, അപ്പൊ അതിൽ ഇവരെ ഗ്ലോറിഫൈ ചെയ്യരുതെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അതായത് ഇവര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന്, അതുകൊണ്ട് ഇവരെ ഗ്ലോറിഫൈ ചെയ്യാതെ വേണം ആ അടി നടക്കാൻ. അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു? കാരണം ഇപ്പം എന്തായാലും ഇവരെ അത്ര ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ സിനിമ കണ്ടിങ്ങനെ വരുമല്ലോ. അപ്പം ഒരിക്കലും ഇവർ ഡ്രഗ് ഉപയോഗിക്കുമെന്നോ ഒന്നും ആൾക്കാരെ ഒരിക്കലും വിചാരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൾക്കാരെന്തായാലും ഇവരെ അത്ര ഇഷ്ടം തോന്നില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇവരെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. ഇഷ്ടം എന്തായാലും ഇവരോട് ഇഷ്ടം തോന്നുന്നതിനേക്കാൾ ഇവർ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇവരെന്തിനാ ഇത് ചെയ്തേന്നുള്ള ചോദ്യം ആയിരിക്കും, അതിനുള്ള ഉത്തരമാണ് പരിപാടി. അപ്പൊ അങ്ങനെ ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു പരിപാടിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സ്റ്റണ്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ അവരെ വലിയ സ്ലോ മോഷൻ ഒന്നും ഇല്ലാതാണ്. അതെ 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 അങ്ങനെ ഇപ്പൊ അത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം എൻ്റെ മാസ്റ്റർ കലൈക്കിൻസ് എന്ന് പറഞ്ഞ ആളായിരുന്നു. ആളും പരിപാടി അടിപൊളിയായിട്ട് തന്നെയാണ് ആ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് പരിപാടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാതെ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പുള്ളി പറയുന്ന ഒരു ബന്ധമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ഇങ്ങനൊരു പരിപാടിയിലേക്ക് നല്ല രീതിയിൽ എത്താൻ കാരണമായത്. അല്ലായിരുന്നു ചിലപ്പോൾ അറിയില്ല എങ്ങനെയാവുമെന്ന്. ഇങ്ങനെ ഒരു കൂട്ടൈഡി തന്നെയാണോ പ്ലാനിലുണ്ടായിരുന്നത്? അതെ അതെ, എത്രയും വയലന്റ് ആകാമോ അത്രയും വയലന്റ് ആകണമെന്നായിരുന്നു. പക്ഷെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അലൻ മരുന്ന് കൊടുക്കാൻ പോകുന്നുണ്ട്, പക്ഷെ പുള്ളി സംസാരിച്ചോണ്ട് ഇവിടെ ഇരിക്കുകയാണ്, അലൻ മരുന്ന് കൊടുത്തോ? ശരിക്കും അല്ല, ചോദ്യമൊക്കെ ശരിയാണ്, കറക്റ്റാണ്. നമ്മളിപ്പം ഈ 4 പേരിൽ ആരുടെയും ഒരാളുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഉറപ്പായിരുന്നു. അത് അലനാകാം, വിനായകനാകാം, അജീന, ആഷിർ, ആരെ വേണമെങ്കിലും നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് നമ്മൾ അവരോട് പടത്തിൻ്റെ അവസാനത്തിലേക്ക് പോകാൻ തോന്നിയിരുന്നു. അപ്പം ഈ അലൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ അപ്പം തോന്നലുകളായിട്ട് ഇങ്ങനെ ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ ശരിയാകും ചിലപ്പം തെറ്റാവും. അപ്പം തോന്നിയെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പം ഇങ്ങനൊരു അത്രയും ഭയങ്കര ഹൈ അവൻ അത്രയും നാൾ മിണ്ടാതിരുന്ന പെങ്ങളുമായിട്ട് അപ്പം സംസാരിച്ചല്ലോ, സംസാരിച്ച് കഴിയുന്നൊരു മൂമെൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അത് ആൾക്കാർക്കത് ഫീൽ ചെയ്യുന്ന പോലെ ഇവനും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ എപ്പോഴായാലും. എന്തായാലും മരുന്ന് കൊടുക്കും, പനിയല്ലേ വന്നുള്ളൂ, ആയാലും രാവിലത്തേക്ക് മുമ്പായിട്ടായാലും പോവും. അവനൊന്ന് പയ്യനൊന്ന് സമാനത്തോഴൊന്ന് കരഞ്ഞ് ഒന്നും അറിയില്ല, അതേ ഓർത്തുള്ളൂ. മരുന്ന് കൊടുത്തു. അതെ അതെ, അതെന്തായാലും കൊടുക്കും, പിന്നെ കൊടുത്തിരിക്കുമല്ലോ. ഓക്കെ. അൽഫോൺസ് പുത്രനെ നമുക്ക് ബേസിലിന്റെ പോലീസ് റോളിലേക്ക് കാസ്റ്റ് ചെയ്യാം എന്നുള്ള തീരുമാനം എങ്ങനെ ഉണ്ടാകുന്നു? ശരിക്കും നമ്മൾ ഈ കഥ എഴുതി തുടങ്ങുന്ന ടൈം പോലെ എന്തൊരു പരിപാടി വന്നാലും നമ്മൾ അൽഫോൺസ് പുത്രന്റെ പേര് പറയാറ് അഭിനയിപ്പിക്കാൻ. പക്ഷേ ഈ സീൻ അൽഫോൺസ് പുത്രനെ കൊണ്ട് നോക്കാം അതൊക്കെ ചോദിച്ചാൽ അല്ല, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാ. ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞ് ആള് ചെയ്ത സിനിമ നമ്മളത്രയും ഇപ്പം ഓരോ സിനിമകളും നമ്മളെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കണക്റ്റ് ആകുമല്ലോ. അത് ഏത് രീതിയിലാണ് കണക്റ്റ് ആകുന്നതെന്ന് നമുക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. അപ്പം അന്ന് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളി ചെയ്ത സിനിമ ആണെങ്കിലും. എനിക്ക് ഭയങ്കര എന്ന് പറയാം, ഈ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ട സിനിമ മൊത്തത്തിൽ മാറ്റിയിട്ട് വേറൊരു പരിപാടി കാണുമ്പോൾ നമ്മളൊന്ന് അയ്യോ സിനിമ ഇത്രയും വലിയ സാധ്യതയുള്ള പരിപാടിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു മൂമെൻ്റ് ഉണ്ടല്ലോ. നമുക്ക് മുന്നോട്ട് പോകാനൊരു ധൈര്യം കിട്ടുന്നതല്ലേ. അപ്പോൾ അതുവരെ നമ്മളെ ചിലപ്പോൾ ഇത് ചെയ്താൽ ശരിയാവോ, ശരി എല്ലാം അങ്ങനെയുള്ള ചിന്തകളായിരിക്കും. ഇപ്പം ഞാൻ ഈ സിനിമ ചെയ്യുമ്പോഴാണേലും എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ
ഒരേ ഫീല് തന്നെയായിരുന്നു. ആ ഫീലിങ്സിനൊന്നും വേറെ മാറ്റങ്ങളൊന്നുമില്ല. അത് ഇപ്പോൾ ഉള്ളിലാണേലും ഞാനിങ്ങനെ ഇത് സെറ്റാവോ സെറ്റാണോ ഇത് ശരിയാവോ അല്ല ഇത് അന്ന് ഞാൻ കോമഡി അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി അങ്ങനത്തെ ഒരു പരിപാടിയെ പറ്റി ഞാൻ ആലോചിച്ചിട്ട് പോലില്ല. അപ്പോൾ ഇതൊക്കെ വർക്കാവില്ല എന്നുള്ള എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ജയറാം അങ്ങനെയൊക്കെയുള്ള കാസ്റ്റിങ്ങാണ് പോയത്. ദിലീപ് ചേട്ടൻ അങ്ങനെയൊക്കെ അപ്പം ചുമ്മാ ജസ്റ്റ് നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും പറയാമല്ലോ. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ പരിപാടി വന്ന് പിന്നെ വിപിൻ ചേട്ടൻ തന്നെയാണ് ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്തത്. ആളെ വിളിച്ച് സംസാരിച്ചത് അതൊരു ഭയങ്കര വല്ലാത്ത മൊമെന്റ്സ് ആയിരുന്നു ആൾ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ. കൺഗ്രാറ്റുലേഷൻസ് സവിൻ, ഓൾ ദ ബെസ്റ്റ്.